അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന അഖീദയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 50 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ. ഒന്നാമത്തെ ചോദ്യം, യോജിച്ചവ ചേർക്കാം. ഇവിടെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം എടുത്ത് എഴുതിയാൽ മതി. ഒന്നാമത്തത് വുജൂദ്. വുജൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉത്തരം ഇവിടെയുണ്ട്. എന്തെല്ലാമാണ് ഇവിടെയുള്ള ഓപ്ഷൻസുകൾ? ഉള്ളവനായിരിക്കൽ, കഴിവ്, അന്ത്യമില്ലാതിരിക്കൽ, സ്വയം നിലനിൽക്കൽ, ഉദ്ദേശിക്കൽ, സംസാരം. ഇതിൽ വുജൂദ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ വാജിബായ ഒരു സിഫത്താണ് വുജൂദ് എന്നുള്ളത്. ഉള്ളവനായിരിക്കൽ, ഉള്ളവനായിരിക്കൽ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അത് എടുത്ത് എഴുതണം. രണ്ടാമത്തത് ബഖാ. അതും അള്ളാഹുവിന്റെ വാജിബായ ഒരു സിഫത്താണ്. എന്താണ് ബഖാ എന്നുള്ളതിന്റെ അർത്ഥം? അന്ത്യമില്ലാതിരിക്കൽ. അന്ത്യമില്ലാത്തവനാണ് അള്ളാഹു. അന്ത്യം ഇല്ലാതിരിക്കൽ. മൂന്നാമത്തത് ഖിയാമും ബിൻ നഫ്സ്. അതും അള്ളാഹുവിന്റെ വാജിബായ ഒരു സിഫത്താണ്. സ്വയം നിലനിൽക്കൽ. അള്ളാഹുവിന് ഏതെങ്കിലും ആവശ്യത്തിന് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. സ്വയം നിലനിൽക്കൽ, അതാണ് ഖിയാമും ബിൻ നഫ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നാലാമത്തത് ഇറാദത്ത്. ഇറാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ദേശിക്കൽ. അതും അള്ളാഹുവിന്റെ വാജിബായ ഒരു സിഫത്താണ്. അഞ്ചാമത്തത് കലാം. കലാം എന്ന് പറഞ്ഞാൽ സംസാരം. ആറാമത്തത് ഖുദ്റത്ത്, കഴിവ്. ഇതെല്ലാം അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളാണ്. അതിന്റെ അർത്ഥങ്ങൾ എഴുതുകയാണ് ഇവിടെ വേണ്ടത്. ഇനി രണ്ടാമത്തത് പൂർത്തിയാക്കാം. അള്ളാഹുവിന്റെ സിഫത്തുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ബൈത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ബിൽ ഇത്ലാഖി എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. രണ്ടാമത്തെ ലൈന് സമീഉനിൽ ബസീറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതളിമുൻ. തൻതളിമുൻ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. ഇനി മൂന്നാമത്തെ ലൈന് ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സംഉൻ ബസർ ഹയാതുനിൽ ഇൽമു കലാമുനിസ്തമർ. കലാമുനി എന്ന് വരെ അവിടെയുണ്ട്. ഇസ്തമർ, ഇസ്തമർ എന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നാലാമത്തത് ഫിഅലു കുല്ലി മുംകിനിൻ ഔ തറുക്കുഹു. അള്ളാഹുവിന്റെ ജായിസായ സിഫത്താണത്. എന്താണ് അതിന്റെ അർത്ഥം? ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ എന്ന് അവിടെ എഴുതി കൊടുക്കണം. ഇനി അഞ്ചാമത്തത് അള്ളാഹുവിന് തുല്യമായ ഒരു വസ്തുവുമില്ല. അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. അള്ളാഹുവിന് തുല്യമായ ഒരു വസ്തുവുമില്ല. അള്ളാഹുവിന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. ആശ്രയിക്കേണ്ടതില്ല എന്ന് ഇവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തത് ഉത്തരമെഴുതാം. മുസ്തഹീലായ സിഫത്ത് എന്നാൽ എന്ത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുകളുണ്ട്, മുസ്തഹീലായ 20 സിഫത്തുകളുണ്ട്, ജായിസായ ഒരു സിഫത്തുണ്ട്. അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളുടെ നേരെ വിപരീതമായ സിഫത്തുകൾക്കാണ് മുസ്തഹീലായ സിഫത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ, അതിനാണ് മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മുടെ വിശേഷണവും അള്ളാഹുവിന്റെ വിശേഷണവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്കൊരു പരിധിയോ പരിമിതിയോ ഇല്ല. എന്നാൽ നമ്മുടെ വിശേഷണങ്ങൾക്ക് പരിധിയുണ്ട് എന്നുള്ളതാണ് അതിന്റെ ശരിയായ ഉത്തരം. ഇനി മൂന്നാമത്തത് സൃഷ്ടികളോട് തുല്യമാവൽ എന്നർത്ഥമുള്ള സിഫത്ത് ഏതാണ്? അള്ളാഹുവിന്റെ വാജിബായ സിഫത്ത് മുഖാലഫത്തുൽ ലിൽ ഹവാദിസ് ആണ്. എല്ലാ സൃഷ്ടികളോടും എതിരായവനാണ്. എന്നാൽ അള്ളാഹു സൃഷ്ടികളോട് തുല്യമാവുക എന്നുള്ളത് അത് അള്ളാഹുവിനെ സംബന്ധിച്ച് മുസ്തഹീലാണ്. അതിന് നമ്മൾ എന്താണ് അറബിയിൽ പറയുക? മുമാസലത്തുൽ ലിൽ ഹവാദിസ്. മുമാസലത്തുൽ ലിൽ ഹവാദിസ് എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത് അർത്ഥമെഴുതുക. താഴെയുള്ള അള്ളാഹുവിന്റെ സിഫത്തുകളുടെ അർത്ഥമെഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഖിദം. ഖിദം എന്ന് പറഞ്ഞാൽ തുടക്കം, ഇല്ലാതിരിക്കൽ. രണ്ടാമത്തത് ബസർ, കാഴ്ച. മൂന്നാമത്തത് ഹയാത്ത്, ജീവിച്ചിരിക്കൽ. ഈ രൂപത്തിൽ ഇതിന്റെ അർത്ഥങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, വേർതിരിക്കാം. ഇവിടെ ചില സിഫത്തുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വാജിബേത് മുസ്തഹിലേത് എന്ന് വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. ഫനാ, നശിക്കുന്നവൻ. ഹയ്യുൻ, ജീവിച്ചിരിക്കുന്നവൻ. ഹുദൂസ്, പുതുതാവൽ. ഖാദിറുൻ, കഴിവുള്ളവൻ. ഇതിൽ വാജിബായ സിഫത്തുകൾ ഏതൊക്കെ? മുസ്തഹീലായ സിഫത്തുകൾ ഏതൊക്കെ? ഫനാ എന്ന് പറഞ്ഞാൽ നശിക്കുന്നവൻ എന്നാണ്, അത് മുസ്തഹീലാണ്. ഹയ്യുൻ, ജീവിച്ചിരിക്കൽ, അത് വാജിബാണ്. ഹുദൂസ്, പുതുതാവൽ, മുസ്തഹീലാണ്. ഖാദിറുൻ, കഴിവുള്ളവൻ, വാജിബ്.
അപ്പോൾ ഹയ്യുൻ ഖാദിറുൻ ഇത് രണ്ടും വാജിബായ സിഫത്തുകളും ഫനാഉം ഹുദൂസും മുസ്തഹീലായ സിഫത്തുകളുമാണ്. ഇനി അവസാനത്തെ ചോദ്യം, വിപരീതം കോളത്തിൽ നിന്നും എടുത്തെഴുതാം. ഇവിടെ വിപരീത പദങ്ങൾ തന്നിട്ടുണ്ട്, ശരിയായത് എടുത്തെഴുതുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് കൊടുത്തിട്ടുള്ളത്? അറിവില്ലായ്മ, കൗനുഹു ആജിസൻ, കേൾവിയില്ലായ്മ, ഉദ്ദേശമില്ലാത്തവനാവൽ, സംസാരമില്ലാത്തവനാവൽ, ഒന്നിലധികമാവൽ. ഇനി താഴെയുള്ളതിന് ശരിയായത് എടുത്തെഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് കൗനുഹു ഖാദിറൻ. കൗനുഹു ഖാദിറൻ എന്നുള്ളതിന്റെ അർത്ഥം എന്തായിരുന്നു? കൗനുഹു ഖാദിറൻ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവനാവൽ എന്നാണ്. കൗനുഹു ഖാദിറൻ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവനാവൽ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണ്? വിപരീതം ഏതാണ്? കൗനുഹു ആജിസൻ, കഴിവില്ലാത്തവനാവൽ. രണ്ടാമത്തെ ഓപ്ഷൻ കൗനുഹു ആജിസൻ, കഴിവില്ലാത്തവനാവൽ. രണ്ടാമത്തത് ഇൽമ്, അറിവ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അറിവില്ലായ്മ. മൂന്നാമത്തത് വഹദാനിയത്ത്, ഏകത്വം. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഒന്നിലധികമാവൽ. നാലാമത്തത് സംഅ് എന്ന് പറഞ്ഞാൽ കേൾവി. അതിന്റെ ഓപ്പോസിറ്റ് കേൾവിയില്ലായ്മ. അഞ്ചാമത്തത് കൗനുഹു മുതകല്ലിമൻ, സംസാരിക്കുന്നവനാവൽ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സംസാരമില്ലാത്തവനാവൽ. ആറാമത്തത് കൗനുഹു മുരീദൻ, ഉദ്ദേശമുള്ളവനാവൽ. അതിന്റെ ഓപ്പോസിറ്റ് ഉദ്ദേശമില്ലാത്തവനാവൽ. ഇങ്ങനെ വിപരീത പദങ്ങൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇതാണ് ഇന്ന് 4ാം ക്ലാസ്സിൽ നടന്ന അഖീദയുടെ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അല്ലാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.